വെൽക്കം ടു ക്യാമ്പസ് ഫേസ്. +2 ശേഷം ഏത് കോഴ്സ് പഠിക്കണം, ഏത് കോഴ്സ് പഠിച്ചാലാണ് പെട്ടെന്ന് പഠിച്ച് പാസ്സാവാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലാണ് ഞങ്ങൾക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുക, വിദേശത്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൂടിയ കോഴ്സ് ഏതാ, ഇങ്ങനെ 100 കണക്കിന് സംശയങ്ങളാണ് എല്ലാ വർഷവും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കോഴ്സ് ഏതാണെന്ന് പറഞ്ഞൊരു കോഴ്സ് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. കാരണം ഒരാളുടെ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പൊട്ടൻഷ്യൽ, അവരുടെ എയിം, അവരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഇതെല്ലാം കണക്കിലെടുത്തേ നമുക്കൊരു കോഴ്സ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഫോർ ആൻ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റിന് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഭയങ്കരമായ ഇൻട്രസ്റ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അതിലോട്ട് എത്തിച്ചേരാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനിപ്പോൾ ഏതൊരു ഫീൽഡും ആയിക്കോട്ടെ, ആ കുട്ടി ആ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി 100% സക്സസ് ആവുക തന്നെ ചെയ്യും. നേരെ മറിച്ച് ആ ഒരു ഫീൽഡിനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും തയ്യാറല്ല, കുട്ടിക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ഇനി എത്ര നല്ലൊരു ഫീൽഡ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര നല്ലൊരു കോഴ്സ് ആണെങ്കിലും അത് പഠിച്ച് സക്സസ് ആവാൻ ആ കുട്ടിയെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഓരോ കുട്ടികളുടെയും പേഴ്സണാലിറ്റിയും, ആ കുട്ടികളുടെ എയിം, അതുപോലെ തന്നെ ആ കുട്ടികളുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി, സ്കില്ല്, ഇതെല്ലാം നോക്കിയേ നമുക്കൊരു കോഴ്സോ കോളേജോ ഒക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അതായത് ഒരു കരിയറിലോട്ട് ജമ്പ് ചെയ്യുന്നതിന് മുൻപേ ടേക്ക് സം ടൈം ടു ഇവാലുവേറ്റ് യുവർ സെൽഫ്. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുക. അതായത് നമ്മളുടെ ഒരു സ്കില്ല്, ഇൻട്രസ്റ്റ്, വാല്യൂസ്, പേഴ്സണാലിറ്റി, ഇതിനെല്ലാം കുറിച്ചൊരു സെൽഫ് അസസ്മെന്റ് നമ്മൾ തന്നെ നടത്തുക. അതായത് നമുക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ്, ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലം സോൾവിങ്, അതുപോലെ മാത്തമാറ്റിക്സിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ടുള്ള കോഴ്സുകളൊക്കെ കൂടുതലും ആപ്റ്റ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം സയൻസ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ മെഡിസിൻ കോഴ്സസ് ആയി ഇപ്പം MBBS അല്ലെങ്കിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ സ്കില്ല്, എന്തിനാണ് നമുക്ക് കഴിവ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പം സ്പോർട്സിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പം നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഉള്ളത് വാല്യൂസ് ആണ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയുള്ള വർക്കാണ് ചെയ്യാൻ ആഗ്രഹം. ചില ആൾക്കാർക്കാണെങ്കിൽ ഹയർ സാലറി ഓപ്ഷൻസ് ആയിരിക്കും വേണ്ടത്, അതായത് കൂടുതൽ സാലറി ആയിരിക്കും വേണ്ടത്. അപ്പോൾ കൂടുതൽ സാലറി കിട്ടുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കുക. ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യണം, അവർക്ക് സാലറി ഒന്നും ഒരു വിഷയമല്ല, ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും ആഗ്രഹം. അപ്പോൾ അവർക്ക് അതിന് പറ്റുന്ന ഇപ്പോൾ ഈ VFX അല്ലെങ്കിൽ ഈ ഡിസൈനിങ് കോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെയുള്ള കോഴ്സസ് എടുത്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ വാല്യൂസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി മീൻസ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗ്രൂപ്പ് വർക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് ആയിട്ടുള്ള ഒരു ജോലിയോ ഒന്നും അവരെ കൊണ്ട് പറ്റുകയില്ല. അവർക്കൊരു ഓഫീസ് വർക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളൂ. സോ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയും കൂടി നോക്കി നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് പറ്റുന്ന കരിയറിലോട്ട് പോകാൻ പറ്റുന്ന കോഴ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയം വിലയിരുത്തുക. ഒരു സെൽഫ് അസസ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നടത്തുക. അതിനുശേഷം കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കുക. പലതരം കരിയർ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് കൊമേഴ്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ നമുക്ക് VFX പോലുള്ള ക്രിയേറ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ്, അങ്ങനെ ഇഷ്ടം പോലെ കോഴ്സസ് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഏതാണോ ആ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്ത് പഠിക്കണം. പിന്നെ ചില കോഴ്സസ് എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചില കോഴ്സസിന് ഇപ്പോൾ ഡിഗ്രി മാത്രം പോരാ, അതിൻ്റെ കൂടെ സ്പെഷ്യലൈസേഷൻ കൂടി ആവശ്യമായി വരുന്ന കോഴ്സസ് ഉണ്ട്. അപ്പം അതും നിങ്ങൾ ഒരു ഫ്യൂച്ചർ ട്രെൻഡ്സ് ഒക്കെ മനസ്സിലാക്കി ചൂസ് ചെയ്ത് പഠിക്കുക. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയെന്ന് വെച്ചു, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്ന് വെച്ചു. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് ഇപ്പോൾ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, അങ്ങനെ ധാരാളം സ്പെഷ്യലൈസേഷൻസ് ആ എഞ്ചിനീയറിംഗിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏതാണ്. AI-യിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ ആ ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അപ്പം ചില ഡിഗ്രികൾ പഠിക്കുമ്പം അതിൻ്റെ കൂടുതൽ സാധ്യതകൾ അന്വേഷിച്ച് ഫ്യൂച്ചറിൽ സ്പെഷ്യലൈസേഷൻ കൂടി വേണ്ട ഒരു കോഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഏത് ഡിഗ്രി ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇപ്പോൾ BBA, BCom, ഏത് ഡിഗ്രി ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നിങ്ങൾ സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, നിങ്ങൾ ഒരു കോഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ ഒരു കോളേജോ ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട്
മുൻപായിട്ട് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ഒരു കോഴ്സ് എത്ര വർഷമുണ്ട്, ആ കോഴ്സ് പഠിക്കാൻ എത്ര ഫീസ് ആകും, ഈ ഫീസ് നമുക്ക് അഫോർഡബിൾ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുള്ളൂ. കാരണം അത് അഫോർഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ പാതിക്ക് വെച്ച് ആ കോഴ്സ് നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നേരിടാം. അതുകൊണ്ട് നമ്മുടെ ഒരു ബഡ്ജറ്റിന് പറ്റുന്ന കോഴ്സും അതിന് ബഡ്ജറ്റിന് പറ്റുന്ന കോളേജും ചൂസ് ചെയ്ത് പഠിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം നോക്കി നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്താൽ തന്നെ ആ കോഴ്സ് പഠിച്ച് ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസുമായിട്ട് നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവരുടെ സാലറി എങ്ങനെയാണ്, അവരുടെ ജോലി സ്റ്റേബിൾ ആണോ, അവരുടെ വർക്ക് മോഡ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് അത് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതും കൂടി നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം ചില സ്റ്റുഡൻസിന് കറക്റ്റ് ഒരു വിഷൻ കാണും, ഞാൻ ഇന്ന കോഴ്സ് പഠിക്കണം. ചിലർക്ക് 10th കഴിയുമ്പോഴേ ഒരു വിഷൻ കാണും. അതനുസരിച്ചായിരിക്കും അവർ +2 സ്ട്രീംസ് ചൂസ് ചെയ്യുന്നത്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ല, ചില കുട്ടികൾ ചില ഒരു മേഖലകളിൽ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും, അവർക്കും ഒരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ടായിരിക്കും. ഇനി അങ്ങനെയല്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ കരിയർ എക്സ്പേർട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ നല്ലൊരു കരിയർ ഗൈഡൻസ് എടുക്കുക. അതിനുശേഷം നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുക. എപ്പോഴും അതിപ്പം എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും എത്ര പാഷനേറ്റ് ആണെങ്കിലും ശരി, നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഫ്യൂച്ചർ ട്രെൻഡ്സ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു 10 വർഷം കഴിഞ്ഞും സ്റ്റേബിളായിട്ട് ഡിമാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കണം അതെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇപ്പം 10ാം ക്ലാസ്സിന് ശേഷം +1 +2 നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീംസ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ചില സ്റ്റുഡൻസ് ഇപ്പം അതിൽ നിരാശപ്പെട്ടിരിക്കുന്ന സ്റ്റുഡൻസും കാണും. ഇപ്പം കൊമേഴ്സ് എടുത്ത സ്റ്റുഡൻസ്, അവർക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ ചിലപ്പോൾ ഒരു ആഗ്രഹം വന്ന്, പക്ഷെ എനിക്കിപ്പോൾ കൊമേഴ്സ് ആയതുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തതിന് ശേഷം അവർക്ക് ഒരു IT പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ ഹ്യൂമാനിറ്റീസ് എടുത്തുകൊണ്ട് എനിക്കൊരു IT പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള വിഷമിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മേഖലകളിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങളുടെ മുന്നിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡിഗ്രി ഏതാണോ അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്. ആഫ്റ്റർ +2 നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ മൊത്തത്തിൽ ഇരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കെയർഫുൾ ആയിട്ട് തന്നെ എടുത്തു വെക്കുക. നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് കോഴ്സും അതുപോലെ തന്നെ ഇത് പഠിക്കാൻ പറ്റിയ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ കരിയർ എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് ഫ്രീ കരിയർ കൗൺസിലിംഗ് നടത്താവുന്നതാണ്. അതിനുവേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.